വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കം മുതലേ രാവിലെ മുതലേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചേ, പക്ഷേ ഉറപ്പായത് ഇപ്പോഴാണ്. അപ്പോൾ നമുക്ക് നാത്തൂൻ്റെ കുട്ടിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ വരും. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോണതിന് മുമ്പ് നമുക്ക് കടയ്ക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. സോ കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരുങ്ങാം. ഓക്കെ, സോ അതിന് സ്നാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എന്താണ് അടുത്ത ഡേയിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണാം കേട്ടോ. ഓക്കെ. ഹലോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട ക്ലിപ്സൊക്കെ നമ്മൾ സ്നാക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. സോ സ്നാക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി ഉള്ളിവടയാണുള്ളത്. ഉള്ളിവട എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല, കാരണം അതിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണമല്ലോ. അപ്പോൾ അത് ഉമ്മയും അതുപോലെ തന്നെ ഉമ്മാൻ്റെ അനിയത്തി ഇളയമ്മയും കൂടി വന്നിട്ട് അവർ രണ്ടാളും മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്, പാത്രം ഒരുപാട് കഴുകിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈം ഇപ്പോൾ ഏകദേശം ഒരു 3:30 ആവാറായി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ട് എന്തായാലും നോമ്പറക്കലാകുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്താൻ പോകണില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് സ്നാക്സ് കയ്യിൽ വെക്കാമെന്ന്. നമ്മളുണ്ടാക്കിയ സ്നാക്കിൽ തന്നെ കുറച്ച് സ്നാക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് മേസൂന് പ്രിപ്പയർ ചെയ്തത്. മേസൂന് ഇത് കോറയാണ് കേട്ടോ. കോറയും പിന്നെ കുറച്ച് പനങ്കൽക്കണ്ടം, പിന്നെ നെയ്യ്, നമ്മുടെ നോർമൽ നെയ്യില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കൊടുക്കുന്നില്ല, ഞാൻ രാത്രി ആകുമ്പോഴേക്കും കൊടുക്കുക വെച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാനാണ് ഞാൻ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. ആപ്പിള്, ഈത്തപ്പഴം, പിന്നെ കുറച്ച് വെള്ളം കൂട്ടി അടിച്ചതാണ്. അവൾക്ക് ഏകദേശമൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ കുടിക്കാറുണ്ട്. നോക്കാം. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക വെച്ചിട്ടാണ്. അപ്പോൾ അതാണ്. പിന്നെ വാട്ടർ ബോട്ടിൽ.
സോ ഇത്രയും കാര്യങ്ങളാണ് മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ഒരുങ്ങേണ്ട ജോലിയും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെന്ന് ഒരുങ്ങിയിട്ട് ബാക്കി പോണ കാര്യങ്ങളൊക്കെ പറയാം. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം, പിന്നെ ചെരുപ്പ് എന്തോ എടുക്കണം എന്ന് തോന്നുന്നു, ഉറപ്പില്ല. പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി പ്ലാൻ മാറുമില്ലേ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ കടയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും. ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കാനാണ് ഏകദേശം. ഞാൻ അസറും കൂടി നിസ്കരിച്ചിട്ട് നേരെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. I whisper in the air, humming softly to the leaving. I see a flame inside me, shining on the speeds of mine. My soul was weakening. I found you, my words now complete. ഹോസ്പിറ്റലെത്തി ഗൈസ്. ഇപ്പം വെയിറ്റ് നോക്കാൻ പോയിരിക്കാണ്. ഇത് ഹോസ്പിറ്റലല്ല, ക്ലിനിക്കാണ്. ചന്ദ്രൻ ഡോക്ടർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുക കേട്ടോ. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ആദ്യം ഇക്കാക്കുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇതാണോ ഈ ഷോപ്പിലോട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയാ പുറത്താ വെള്ളം ഉണ്ടോ? നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്.
ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ പാലോടാണ് കാണിക്കല്ലേ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് റിലയൻസ് സ്മാർട്ട് റിലയൻസ്. നമ്മളിവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമറായിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടത്തോട്ട് വരൽ നല്ല കുറഞ്ഞത്. ഇപ്പോൾ വീണ്ടും വരികയാണ്. നമുക്ക് മെയിനായിട്ട് നോമ്പ് തുറക്കണം. പക്ഷേ വെള്ളം എടുത്ത് കാറിൽ വെച്ചു എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ കാറിൽ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഒരു വെള്ളം ഐറ്റം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ലൈറ്റായി ചെയ്തിട്ട് പിന്നെ നമുക്ക് ഹെവി ആയിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. എന്താണ് എടുക്കുന്നതെന്ന് അറിയത്തില്ല. നോക്കി നോക്കാം. നമ്മളെന്തായാലും ഒരു കുപ്പി വെള്ളം എടുക്കുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നോമ്പ് തുറ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടത് നോക്കട്ടെ. ഗൈസ്, പർച്ചേസ് പകുതി നിർത്തിവെച്ച് നമ്മൾ പോവുകയാണ്. ബിക്കോസ് നോമ്പറക്കാനായി. സോ ബാക്കി നോമ്പർ I begin to കുട്ടികളുടെ ഡ്രസ്സൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണാർക്കാട് നല്ലൊരു ഫേമസ് ആയിട്ടുള്ളത് പുലരി. സോ നമ്മൾ അവിടെ കയറി നോക്കുകയാണ്. പുലരി കുട്ടികൾക്ക്. ഷെയ്മിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. പക്ഷെ സൈസിൽ എന്തോ വേരിയേഷൻ ഉണ്ട്. അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ജസ്റ്റ് പോസ്റ്റാണ്. ഫൈനൽ സെലക്ഷൻ കാണിക്കും. ഹലോ, അപ്പോൾ നമ്മൾ മേസൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സംഭവം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. പക്ഷെ ഇതുവരെ എടുക്കാത്തൊരു കളർ, എടുക്കാത്തൊരു ടൈപ്പ്, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഷെഫ് പാലാറ്റിലാണ് വന്നിട്ടുള്ളത്. കുറേ ആയി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇനി ഫുഡ് എങ്ങനെയുണ്ട് നോക്കട്ടെ.
സ്റ്റാർട്ടറല്ലേ? ചായ ഇതാണോ? ഹണി ഗ്ലേസ്, ഹണി ചില്ലി മന്തി ആൻഡ് ഷവായ. ഹലോ ഓൾ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ എൻഡ് ചെയ്യുവാണ്. സംഭവം ഇരുട്ടായിട്ടുണ്ട്, ഏകദേശം 11 മണി ആയിട്ടുണ്ട്. ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. സോ ഞാനിവിടെ കുറച്ച് സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം. ഇത് വന്നിട്ട് നമ്മുടെ കടയിലത്തെ ഫ്രീസറിന് എന്തോ ഒരു ചിന്ന പ്രോബ്ലം. അപ്പം ഫ്രീസറിൽ തണുപ്പ് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ നോർമലി എന്താ ചെയ്യുക, നമ്മുടെ അടുത്ത് കഴിക്കില്ലേ, അങ്ങനത്തെ നോർമൽ കഴിക്കലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ ഐസ്ക്രീം. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ടേസ്റ്റ് ചെയ്തു, ഡിഫറെൻ്റായിട്ട്. പിന്നെ ഹോട്ടൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ച ഹോട്ടലിൽ പോയി നോക്കി. പിന്നെ കുറേ മോഡൽസൊക്കെ നമ്മൾ ഡ്രസ്സസ് കണ്ടു, പക്ഷേ പലതും പറ്റിയില്ല, ഇഷ്ടമായില്ല. ഇനിയിപ്പം നല്ലൊരു ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. കുറേ ആയി ട്രാവലിംഗ് ചെയ്തിട്ട്, അപ്പോൾ ട്രാവലിംഗ് ഒരു എക്സ്പീരിയൻസൊക്കെ കിട്ടി. പക്ഷേ ഡ്രസ്സ് മാത്രമേ, മേസൂന് ഡ്രസ്സ് കിട്ടിയില്ല. ഞാനിനി എനിക്ക് ഓൺലൈനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഇതൊരു ട്രാവലിംഗ് വ്ളോഗ് മാത്രമായി, ഡ്രസ്സ് നേരെ കിട്ടിയില്ല. മേ ബി നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പോകുന്നുണ്ടായിരിക്കും വീണ്ടും ഡ്രസ്സ് എടുക്കാൻ. ബട്ട് സ്റ്റിൽ ദ ഡേ വാസ് വെരി ഗുഡ്, ദ ഡേ വാസ് വെരി നൈസ്. ആൻഡ് ഇനി വേറൊരു വ്ളോഗുമായിട്ട് വരാം. സോ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കും മറക്കരുത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും ബൈ.